പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽക്കേ ഗൗരിക്ക് ചെറിയ തോതിലുള്ള ഛർദി തുടങ്ങിയിരുന്നു. മാഹിയാണെങ്കിൽ അന്ന് കുറച്ച് വർക്ക് കിടപ്പുള്ളത് കൊണ്ട് നേരത്തെ ഓഫീസിലേക്ക് പോയി. വാടി തളർന്നിരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ സരസ്വതി ടീച്ചർക്ക് സങ്കടമായി. മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ടീച്ചറമ്മേ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ. അവളൊരു വരണ്ട ചിരി ചിരിച്ചു. ആ സമയത്ത് ലീല ചേച്ചി അവൾക്ക് കുടിക്കുവാനായി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്നു. കൂട്ടത്തിൽ 2 ബിസ്ക്കറ്റും. അത് അല്പാൽപമായി കുടിച്ചപ്പോൾ അവൾക്ക് തെല്ല ആശ്വാസം തോന്നി. കാലത്തെ കഴിക്കാനായി പുട്ടും കടലക്കറിയുമാണ് ലീല ഉണ്ടാക്കിയത്. ഭക്ഷണമെല്ലാം എടുത്ത് മേശമേൽ വെച്ചപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ മുഴക്കിയത്. ഇതാരാണാവോ? ടീച്ചറമ്മ എഴുന്നേറ്റു. അമ്മ അവിടെ ഇരുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. ഗൗരി ചെന്ന് വാതി തുറന്നു. ആഹാ, കിച്ചു ആയിരുന്നോ? അതെല്ലോ കുട്ടാ, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? രണ്ടാളും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. ഷോ, സത്യമായിട്ട് ഞാൻ ഓർത്തില്ല കിച്ചു ആണെന്ന്. ഭയങ്കര സർപ്രൈസായി പോയല്ലോടാ. മക്കളെ കണ്ടതും സരസ്വതി ടീച്ചർക്ക് മുഖം പ്രകാശിച്ചു. ലീവ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒപ്പിച്ചു പെണ്ണേ? ടീച്ചർക്ക് അത്ഭുതമായി. എൻ്റെ ഇളയ നാത്തൂന് വിശേഷം ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് ഇരിക്കപ്പുറത്തേ ഇല്ലായിരുന്നു. ഒരു ദിവസത്തെ ലീവ് കാല് പിടിച്ച് ചോദിച്ചിട്ടാ ഒന്ന് സെറ്റാക്കിയേ. കൃഷ്ണ വന്ന് കസേരയിലിരുന്നു. എന്നിട്ട് ഗൗരിയെ പിടിച്ചടുത്തിരുത്തി. പറയെടുത്തി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങക്ക് മൂന്നാക്കും സുഖാണോ? അവളോട് വയറിലൊന്ന് തോണ്ടിക്കൊണ്ട് കൃഷ്ണ ചോദിച്ചു. ഛർദിയായിരുന്നു എൻ്റെ കിച്ചുമോളെ. ഇപ്പോഴാ ഇത്തിരി ആശ്വാസം തോന്നിയേ അല്ലേ കുട്ടിയെ? ലീല ചേച്ചിയാണെങ്കിൽ ഏലക്കായിട്ട് തിളപ്പിച്ച ചായ പതപ്പിച്ചടിച്ച് ഒരു കപ്പിലേക്ക് പകർന്നു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. ആഹാ, കലാപരിപാടികൾ ആരംഭിച്ചു അപ്പോഴേക്കും? അവരോട് ചായ മേടിച്ച് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൾ ചോദിച്ചു. ഗൗരിയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നത് മാത്രം. മഹിയെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. ഗൗരി അപ്പോഴേക്കും റെഡിയായി നിൽക്കുകയാണ്. സരസ്വതി ടീച്ചറും കിച്ചുവും വരാമെന്ന് പറഞ്ഞെങ്കിലും ഗൗരി കുഴപ്പമില്ലെന്നും മഹിയേട്ടനോടൊപ്പം പോയിട്ട് വരാമെന്നും പറഞ്ഞു. കിച്ചു, നീ ഇതെപ്പോ എത്തി? ഗൗരിയോടൊപ്പം അനുജത്തെയും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മഹി അവളെ കണ്ടത്. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി ഏട്ടാ. അവൾ മഹിയുടെ അടുത്തേക്ക് വന്നു. നീ വെറുതെ ഇറങ്ങിയതാണോ? ഏടത്തിയുടെ വിശേഷം അറിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് ഓടി വരണമെന്ന് തോന്നി. എന്റെ സുന്ദരിക്കുട്ടി ഒന്ന് കാണാനേ. ഗൗരിയുടെ കവിളിൽ ചെറുതായി ഒന്ന് പിച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇത് ലാസ്റ്റ് ഇയർ ആണെന്ന് ഓർത്തോണം. എക്സാം അടുത്ത് വരികയല്ലേ. സമയം കളയാതെ പോയിരുന്നു പഠിക്ക്. ഓ, ഈ ഏട്ടൻ്റെ ഒരു കാര്യം, എനിക്കിങ്ങോട്ട് വന്നാൽ യാതൊരു സമാധാനവും തരില്ലല്ലേ. അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നേരം പോകുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ മക്കളെ. സരസ്വതി ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോൾ മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗൗരി, എന്തോ? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? കുറച്ചു ദൂരം പിന്നിട്ടിട്ടും ഗൗരിയുടെ യാതൊരു അനക്കവും ഇല്ലാതെ വന്നപ്പോൾ മഹി അവളെ നോക്കി. ഒന്നുമല്ല മഹിയേട്ടാ, ഞാൻ വെറുതെ. നീ എന്താ പെണ്ണെ ആലോചിച്ചു കൂട്ടുന്നത്? എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തിന്? അതറിയില്ല. നിനക്കിപ്പോൾ യാതൊരുവിധ ടെൻഷൻ്റെയും ഒരാവശ്യവുമില്ല. ഞാനിന്നലെ പറഞ്ഞില്ലേ, ഈ സമയത്ത് വേണ്ടാത്ത ചിന്തകളിലൂടെ ഉഴറി നടക്കാതെ നല്ല കുട്ടിയായിട്ട് സമാധാനത്തോടെ ഇരുന്നോണോന്ന്. മഹിയാണെങ്കിൽ വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഏകദേശം 12 മണിയോളമായി. ഡോക്ടർ അനുരാധ വർമ്മ, അവരായിരുന്നു അവിടുത്തെ മെയിൻ ഗൈനക്കോളജിസ്റ്റ്. മഹിയും ഗൗരിയും കൂടി ഡോക്ടറെ കാണുവാനായി ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ശ്രീഗൗരി മഹേശ്വർ. അപ്പോഴേക്കും ഒരു സിസ്റ്റർ അകത്തുനിന്നും ഉറക്കെ പേര് വിളിച്ചു. രണ്ടാളും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. അല്പം തടിച്ച ഇരുനിറമുള്ള ഒരു മധ്യവയസ്കയായിരുന്നു ഡോക്ടർ അനുരാധ. ഇരിക്കൂ. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അവിടെ കിടന്ന കസേരയിലേക്ക് ഇരുവരും കൂടി ഇരുന്നു. ഗൗരിയുടെ മിസ്സിംഗ് പീരീഡിന്റെ ഡേറ്റിനെക്കുറിച്ചും മറ്റും ഡോക്ടർ വിശദമായി കുറിച്ചു. ശേഷം അവളുടെ ബിപിയും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്തു. ഗൗരി എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. ഓക്കെ. അടുത്താണോ സ്കൂള്? അതോ ഒരുപാട് ട്രാവൽ ചെയ്യണോ? വേണ്ട ഡോക്ടർ, ഒരു 10 മിനിറ്റ് മതി, സ്കൂളിലേക്ക് എത്തും. ഞാൻ മിക്കവാറും ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ജോലിക്ക് പോകുന്നത് ഒരു തടസ്സമല്ല. പിന്നെ പ്രൈമി ആയതുകൊണ്ട് ആദ്യത്തെ 3 മാസത്തേക്കൊന്ന് സൂക്ഷിക്കണം. ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളമൊക്കെ കുടിക്കുക.
എന്നിട്ട് സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ? വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം ഒരു ബ്ലഡ് ടെസ്റ്റിനു കൂടി ഡോക്ടർ കുറിച്ചു. അത്രനേരം സന്തോഷത്തോടു കൂടിയിരുന്ന ഗൗരിയുടെ മുഖം പെട്ടെന്ന് മാറിയത് മഹി ശ്രദ്ധിച്ചു. ഈ ടെസ്റ്റ് നടത്തിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. റിസൾട്ട് ആവുമ്പോൾ സിസ്റ്റർ വിളിച്ചോളും. പിന്നെ യൂറിൻ ടെസ്റ്റിന്റെ ആവശ്യമില്ല. താൻ സ്ട്രിപ്പ് കൊണ്ടൊന്ന് കാണിച്ചല്ലോ, അത് മതി. ഡോക്ടറാണെങ്കിൽ ഫയൽ അടുത്ത് നിന്നിരുന്ന സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഏട്ടാ, എന്താ ഗൗരി? എനിക്ക് തല കറങ്ങുന്ന പോലെ. അതിന് ബ്ലഡ് എടുത്തു പോലും ഇല്ലല്ലോ. പക്ഷെ എന്തോ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നു. മഹിയുടെ കയ്യിലേക്ക് അവൾ അമർത്തി പിടിച്ചു. പെട്ടെന്ന് അവൻ അവളെ അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് ചാരിയിരുത്തി. എന്താ, എന്തു പറ്റി? അവരുടെ ഒപ്പം വന്ന സിസ്റ്റർ ചോദിച്ചു. കുഴപ്പമില്ല, ചെറിയൊരു തലകറക്കം പോലെ. വീൽ ചെയർ വിളിക്കണോ? വേണ്ടെന്നേ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്ന ശേഷമാണ് അവർ ലാബിലേക്ക് പോയത്. ഗൗരിയാണെങ്കിൽ അവനെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ അവന് തോന്നി. ഇതെന്താ ഗൗരി, കൊച്ചു കുട്ടികളെ പോലെ? മഹി അല്പം ദേഷ്യം അഭിനയിച്ചുകൊണ്ട് അവളെ നോക്കി. എനിക്കൊരു ചെറിയ പേടിയുണ്ടേട്ടാ. കുഴപ്പമില്ലെന്നേ, നീ വാ ഇങ്ങട്. കണ്ണുകൾ ഇറുക്കി പൂട്ടിയിരിക്കുന്ന ഗൗരിയെ നോക്കി ഒരു ചിരിയോട് കൂടിയാണ് ലാബിലെ സിസ്റ്റർ ബ്ലഡ് എടുത്തത്. കഴിഞ്ഞു കേട്ടോ, എഴുന്നേറ്റോ. അവർ പറഞ്ഞപ്പോൾ ഗൗരി കണ്ണു തുറന്നു. അറിഞ്ഞതുപോലുമില്ല. അവൾ മഹിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂക്കി. ഇതിനാണോ പെണ്ണെ നീ തല കറങ്ങിയത്? അവൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനായി അവൻ തന്റെ വലതുകൈ നീട്ടി. ശോ മഹിയേട്ടാ, ഒരു വേദനയില്ലായിരുന്നു. അന്ന് കാലിൽ കുപ്പിച്ചില്ലുകൊണ്ട ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ, ആ സിസ്റ്റർ കുത്തിവെച്ചപ്പോഴും ബ്ലഡ് എടുത്തപ്പോഴുമൊക്കെ എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. ചുണ്ട് പിളർത്തി പറയുന്നവളെ നോക്കി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നടന്നു. ഗൗരി, നിനക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മഹി അവളോട് ചോദിച്ചു. യോ, അങ്ങനെ ഒന്നും ഇല്ല എൻ്റെ മഹിയേട്ടാ. എന്നാലും പറവേണ്ടേ? സത്യമായിട്ടില്ലെന്ന്. എന്നാ ശരി. അവനൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലായി വണ്ടി ഒതുക്കി നിർത്തി. ഗൗരി, നീ വരുന്നോ? എന്ത് മേടിക്കാനാ മഹിയേട്ടാ? കുറച്ച് ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, പിന്നെ നട്ട്സ്. ഇപ്പം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നല്ലാതെ. ഇനി എപ്പോഴാ കഴിക്കുന്നത്? നീ വാ. ഒരുപാട് സാധനങ്ങൾ മഹി വാങ്ങിക്കൂട്ടി. ആപ്പിൾ, ഓറഞ്ച്, മാതളം, ബനാന, പിന്നെ കുറേയേറെ സ്വീറ്റ്സ്. ലഡുവും ജിലേബിയും കേക്കും ഹൽവയും ചിപ്സും അങ്ങനെ പോകുന്ന ഐറ്റംസ്. അതും പോരാഞ്ഞ് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും ഈന്തപ്പഴവും ഒക്കെ ആയിട്ട് വേറെ. ഗൗരിയാണെങ്കിൽ പലതവണ അവനെ തടഞ്ഞു. മഹിയേട്ടാ, ഇത്രത്തോളം ആവശ്യമുണ്ടോ? മാസങ്ങൾ ഇനിയും കിടക്കുമല്ലേ. അതൊന്നും കുഴപ്പമില്ല, നീ ഇതൊക്കെ കഴിച്ച് മിടുക്കിയായിട്ടിരിക്കുക. സാധനങ്ങൾ ഒന്നൊന്നായി അവൻ എടുത്ത് ഡിക്കിയിൽ നിറച്ചു. ശേഷം അവിടെ നിന്നും നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരെ മഹിയേട്ടാ? ഗൗരി ഇറങ്ങാൻ മടിച്ചു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആകാം. നീ വാ പെണ്ണേ. ഗൗരിക്ക് പ്രോൺസ് ബിരിയാണിയായിരുന്നു അവൻ ഓർഡർ ചെയ്തത്. അവൾക്കത് ഇഷ്ടമാണെന്ന് മഹിക്കറിയാം. ഒന്നിനോടും കൊതിയില്ലെന്ന് പറഞ്ഞവൾ ബിരിയാണി കണ്ടപ്പോൾ അവനെ നോക്കി കണ്ണിറക്കി. എന്തേ? അവൻ പുരുകമുയർത്തിയതും അവൾ ഒന്നുമില്ലെന്ന് ചുമൽ കൂപ്പി കാണിച്ചു. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയ ശേഷം വീട്ടിലേക്ക് വേണ്ടി അവൻ പാഴ്സൽ കൂടി മേടിച്ചു. ടീച്ചറമ്മയാണെങ്കിൽ ഇടയ്ക്കൊക്കെ അവരെ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ടും എങ്ങനെയുണ്ടെന്ന് അറിയുവാനായി. കുഴപ്പമില്ലെന്ന് ഗൗരി വിളിച്ചറിയിച്ച ശേഷമാണ് അവർക്ക് സമാധാനമായത്. വീട്ടിലെത്തി മുറ്റത്തിറങ്ങിയപ്പോൾ ഗൗരി അറിഞ്ഞു നല്ല അടപ്രഥമന്റെ മണം. അത് അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. അകത്തേക്ക് ചെന്നപ്പോൾ കിച്ചുവും ലീലച്ചേച്ചിയും കൂടി പായസം വെക്കുകയാണ്. ഓ, കാര്യമായിട്ടാണല്ലോടി കിച്ചുവേ. മഹി തന്റെ കയ്യിലിരുന്ന പൊതി മേശമേൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഏടത്തിയമ്മയ്ക്ക് വിശേഷമായിട്ടേ ഇത്തിരി പായസം പോലും ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമില്ലേട്ടാ. അവൾ ചട്ടുകം കൊണ്ട് ഉരുളിയിലെ മിശ്രിതം ആഞ്ഞിളക്കുകയാണ്. നീ ഇങ്ങനെ ഇളക്കിയാൽ ഉരുളിയുടെ അടിവശം പറഞ്ഞു പോകൂലോടി. മഹി അവളെ കളിയാക്കി. എന്നാൽ ഏട്ടൻ ഇങ്ങോട്ട് വന്ന് ഒന്ന് ഇളക്കി കാണിച്ചു തന്നേ, എനിക്ക് ഇത്രയൊക്കെ അറിയൂ. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. വേണ്ട വേണ്ട, അവനവൻ ചെയ്യുന്ന ജോലി സ്വയം അങ്ങ് ചെയ്താൽ മതി. മറ്റാരെ അതിലേക്ക് നീ കടത്താൻ ശ്രമിക്കല്ലേ. അതും പറഞ്ഞുകൊണ്ട് അവനൊരു ചിരി ചിരിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം തന്നെ ഹിമയും സിത്തുവും കൂടി എത്തി. രാത്രിയോടെ പ്രണവും കീർത്തനയും മക്കളും. പലഹാരങ്ങൾ കൊണ്ട് അവിടെ ആകെ നിറഞ്ഞു.
അതിനേക്കാളേറെ അവരുടെ ഓരോരുത്തരുടെയും സ്നേഹവായ്പകൾ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ എല്ലാവരും ആ രാവിലെ ഒത്തുകൂടി. മഹിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കിക്കാണുകയാണ് ചേട്ടന്മാർ രണ്ടുപേരും. അവന്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തുള്ള ആവലാതി രണ്ടാളും പങ്കിട്ടു. മഹിയുടെ സ്വഭാവരീതികൾ അങ്ങനെയുള്ളതായിരുന്നു. ഒരു തരത്തിലും ഗൗരിയോട് ചേർന്നു പോകുകയില്ലെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ഇതിപ്പോൾ എൻ്റെ ഓരോ നിമിഷത്തെയും ഞങ്ങൾ മുഴുവൻ ഗൗരിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ചേട്ടന്മാർക്ക് രണ്ടാൾക്കും തോന്നി. അത്രമാത്രം അവൻ ഗൗരിയുടെ സ്നേഹത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു കുഞ്ഞുകൂടിയായ സ്ഥിതിക്ക് അവന്റെ ജീവിതം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയുള്ളൂവെന്ന് അവർക്കറിയായിരുന്നു. അന്ന് രാത്രിയിലാണെങ്കിൽ ഒന്ന് കൂടിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഒരു കുപ്പി പൊട്ടിച്ചതാണ്. പക്ഷേ മഹി ഒഴിഞ്ഞു മാറി. ഗൗരിക്ക് ഛർദിയായതുകൊണ്ട് ഇനി മദ്യത്തിന്റെ മണമടിച്ച് അവക്ക് വയ്യാഴിക കൂടിയാലോ എന്ന ഒരു വല്ലാത്തൊരു ആകുലതയിലായിരുന്നവൻ. മഹി കയറിപ്പോകുന്നത് നോക്കി സിദ്ധുവും പ്രണവും ചിരിച്ചുകൊണ്ടിരുന്നു. തിരികെ അവൻ റൂമിലെത്തിയപ്പോൾ കണ്ടു ഏട്ടത്തിമാരുടെ ഒപ്പമിരുന്ന് കഥകൾ പറയുന്ന ഗൗരിയെ. പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയൊക്കെ കുറിച്ച് വളരെ അവർ രണ്ടാളും കൂടി അവളോട് വിശദീകരിക്കുകയാണ്. എല്ലാം കേട്ടുകണ്ട് ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ തല ഉലുക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ കവളിൽ ആഞ്ഞൊരുക്കാടി വെച്ച് കൊടുക്കാനാണ് അവന് തോന്നിയത്. കഴിഞ്ഞില്ലേ വായ്നോട്ടം? മഹി തിരിഞ്ഞു നോക്കിയപ്പോൾ കിച്ചുവാണ്. ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയല്ലേ മനുഷ്യ, അതിനെ ഇങ്ങനെ നോക്കി തിന്നാതെ. കഷ്ടം. അവനിട്ടൊരു തട്ട് കൊടുത്തുകൊണ്ട് കിച്ചുവും അകത്തേക്ക് പോയി. ഒരു പ്ലേറ്റിലായി അവൻ മാമ്പഴം ചെത്തിപ്പൂളി വെച്ചിരിക്കുകയാണ്. മീതെ അല്പം മുളകുപൊടിയും ലേശം ഉപ്പും വിതറിയിട്ടുണ്ട്. അത് കണ്ടതും ഗൗരിയുടെ നാവിൽ വെള്ളമൂറി. മഹി കയറി വന്നതും ഗൗരി വേഗം എഴുന്നേറ്റു. നീ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് കയറി വന്നത്? നിന്റെ ഏട്ടന്മാരുടെ അടുത്തേക്ക് ചെല്ല്. ഞങ്ങളെല്ലാവരും എത്ര നാളുകൂടി ഒന്ന് കണ്ടതാടാ. കീർത്തനെ അവളെ നോക്കി കണ്ണുരുട്ടി. ഞാനെല്ലാം എടുക്കാൻ വന്നതാ, നിങ്ങൾ സംസാരിക്കും. അവന്റെ മറുപടി കേട്ട് ഹിമ ചിരിച്ചുപോയി. മഹി വേഗം തന്നെ ലാപ്പെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. കീർത്തനയും ഹിമയും ഇറങ്ങിപ്പോയപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. ഡോറ് ലോക്ക് ചെയ്തിട്ട് ഗൗരി ബാൽക്കണിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ കണ്ടു അവിടെ കിടന്നിരുന്ന കസേരയിൽ ചാരി ഇരുന്നുറങ്ങുന്ന മഹിയെ. ശോ, പാവം എൻ്റെ മഹിയേട്ടൻ. അവൾ മഹിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ കുലുക്കി വിളിച്ചു. മഹിയേട്ടാ. എഴുന്നേറ്റ് വാ, അകത്തെ മുറിയിൽ പോയി കിടക്കാം. തൻ്റെ അടുത്തേക്ക് മുഖം താഴ്ത്തി പറയുന്നവളെ കണ്ടതും മഹി അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. യോ പതുക്കെ. അവൾ പെട്ടെന്ന് തൻ്റെ വയറിൽ കൈപൊത്തി. എന്തേലും പറ്റുമോ പെണ്ണേ? അവനും ടെൻഷനായി. ഇല്ലെന്നേ, കുഴപ്പമില്ല, അവൾ ചിരിച്ചു. അതെ, പിന്നൊരു കാര്യമുണ്ട് കേട്ടോ. തന്നെ നോക്കി അല്പം ഗൗരവത്തിൽ പറയുന്നവളെ മഹി കുറുകിയ കണ്ണുകളോടെ നിരീക്ഷിച്ചു. എന്താണ് മാഡം? അവന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. നേരത്തേതേപോലെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു വലിക്കാനോ എടുക്കാനോ ഒന്നും നിൽക്കല്ല്, കുഞ്ഞിന് കേടാട്ടോ. നിന്നോടാരാ പറഞ്ഞേ? ആരും പറയണ്ടല്ലോ, എനിക്കിതൊക്കെ അറിയാം. എങ്ങാനും ബാലൻസ് സെറ്റ് വീണാല്. അപ്പോഴേക്കും മഹി അവളുടെ വായ മൂടി. ഓർക്കാൻ പോലും പേടിയ പെണ്ണെ, ഇങ്ങനൊന്നും പറയല്ലേ. സന്തോഷത്തിന്റെ നാളുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും മഹിയുടെ സ്നേഹ പരിലാളനകൾ ആവോളം അനുഭവിച്ചുകൊണ്ട് ഗൗരിയുടെ ഗർഭകാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൾക്കിപ്പോൾ മാസം 4ആയി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഗൗരി കാലത്തെ തന്നെ മഹിയോടൊപ്പം സ്കൂളിലേക്ക് പോകും. മഹി തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നതും. കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നത് കൊണ്ട് അവളും ഉഷാറാണ്. 4 മണിയാകുമ്പോൾ ടീച്ചറമ്മ പടിവാതിക്കൽ നിലയുറപ്പിച്ചുണ്ടാവും. ഗൗരി വരുന്നതും കാത്ത് തുടരും.